തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കീഴ്പേരൂർ അഥവാ കൂപക രാജവംശത്തിലെ താഴ്വഴികളിലൊന്നായ പേരകം സ്വരൂപത്തിൻ്റെ രാജമന്ദിരമാണ് നെടുമങ്ങാട് കോയിക്കൽ കൊട്ടാരം. 15-ാം നൂറ്റാണ്ടിലെ കേരളീയ വാസ്തുകല വിദ്യയുടെ ഉത്തമ മാതൃകയാണ് കോയിക്കൽ കൊട്ടാരത്തിൻ്റേത്. തച്ചുശാസ്ത്രപരമായി നാലുകെട്ടിൻ്റെ ആകൃതിയിലുള്ള അപൂർവം കൊട്ടാരങ്ങളിലൊന്നാണിത്. 2 നിലകളുള്ള കൊട്ടാരത്തിൻ്റെ നടുമുറ്റത്ത് നിന്ന് ജലം പുറത്തേക്കൊഴുകാൻ കരിങ്കല്ലിൽ നിർമ്മിച്ച കുഴലുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഈ കുഴലുകൾ ഇന്നും പഴയപടി നിലകൊള്ളുന്നു. ക്രിസ്തുവർഷം 1379 ഭരണമേറ്റെടുത്ത ശ്രീവീര ഇരവി ആദിത്യവർമ്മയാണ് പേരക രാജ്യത്തെ അറിയപ്പെടുന്ന ആദ്യ രാജാവ്. 1748 ഇവിടത്തെ 4 റാണിമാർ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജകുടുംബത്തിലേക്ക് ദത്തെടുത്തു. തുടർന്നാണ് കോയിക്കൽ കൊട്ടാരം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ അധീനതയിലായത്. ആറ്റിങ്ങൽ തമ്പുരാട്ടിയായിരുന്ന റാണി ലക്ഷ്മി ഭായിയാണ് അവസാനമായി 1801 കൊട്ടാരത്തിൽ താമസിച്ചത്. നാട്ടുരാജ്യങ്ങളുടെ ചരിത്രത്തിൽ വളരെ കുറച്ചു മാത്രം അറിയപ്പെട്ടിരുന്ന പേരാണ് പേരകത്തിൻ്റേത്. ഡച്ചുകാരും ഇംഗ്ലീഷുകാരും പേരിത്തള്ളി എന്നാണ് പേരകത്തെ വിളിച്ചിരുന്നത്. കോണിപ്പടി കയറി മുകളിലെത്തിയാൽ നാടൻ കലാ മ്യൂസിയമായി ഗൃഹോപകരണങ്ങൾ, നാടൻ കലാവസ്തുക്കൾ എന്നിവയുടെ നീണ്ട നിരയുണ്ടിവിടെ. പുരാതന കാലത്തെ ആയുധങ്ങളായ കോല്, വില്ല്, വാൾ, പരിച, പുരാണ കഥാവിഷ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന കോൽപ്പാവ, തെയ്യം, തിറ, പടയണി, കുമ്മാട്ടി, മുടിയേറ്റ് തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. കാളയോട്ട മത്സരത്തിന് ഉപയോഗിച്ചിരുന്ന തട്ടുവണ്ടി, വില്ലുവണ്ടി, കുതിരവണ്ടി, കാളവണ്ടി എന്നിവ സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്നതാണ്. കേരളത്തിലെ ഏറ്റവും പഴയ നാണയങ്ങളായ ചെറിയ സ്വർണ്ണ സിന്ദൂരം, AD 3-ാം നൂറ്റാണ്ട് മുതൽ പ്രചാരത്തിലിരുന്ന വീരകേരള പണം, ശ്രീകൃഷ്ണ രാശി, കലിയൻ പണം എന്നിവ ഈ നാണയ മ്യൂസിയത്തിലുണ്ട്. സംസ്ഥാന പുനർനിർമ്മാണത്തിനു ശേഷം ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലായിരുന്ന കൊട്ടാരവും ഒരേക്കർ വരുന്ന വളപ്പും 1979 സർക്കാർ ഏറ്റെടുത്തു. 1992 ഇവിടത്തെ നാടൻ കലാമന്ദിരവും നാണയ ദൃശ്യമന്ദിരവും ആരംഭിച്ചു. ചരിത്ര കുതികുകളുടെ മുന്നിൽ കോയിക്കലിലെ പുരാവസ്തു ശേഖരം വിസ്മയ കാഴ്ചയാണൊരുക്കുന്നത്.